നീലിയെ പറ്റി കേട്ടിട്ടില്ലേ? കള്ളിയങ്കാട്ട് നീലി വലിയ പേരെടുത്ത യക്ഷിയാ. വശീകരിച്ച് വിളിച്ചു വരുത്തി ചോരയൊക്കെ കുടിക്കും. അതിന് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പുള്ളിക്കാരിക്ക് ആണുങ്ങളോടല്ലേ താല്പര്യം. നീ ഒന്ന് സൂക്ഷിച്ചോ. അപ്പൊ നമ്മുടെ ചാത്തനോ? ഓ, അവനൊരു കുട്ടിഭൂതല്ലേ. പക്ഷെ കണ്ടാ പേടിയാകും. ചിലര് സേവയൊക്കെ ചെയ്ത് വിളിച്ചു വരുത്തും, എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാൻ. കുട്ടിച്ചാത്തന് അതൊക്കെ പറ്റുമോ? പിന്നില്ലേ, എന്തേലും മീനൊക്കെ കൊടുത്താ മതി, എന്നിട്ടങ്ങ് പ്രാർത്ഥിച്ചോ. നമ്മുടെ കൂട്ടുകാർക്ക് എന്തും പോയി. ഇതെന്താ കയ്യില് ബുക്ക്? നീലയുടെ ചരിത്രം. ആരേതാ? ഒരു കളവൻ എന്നെ വെള്ള സാരി എടുത്ത് കണ്ടിട്ടുണ്ടോ? വെള്ളയോ? എനിക്കൊരു വെള്ള ഇഷ്ടമല്ലല്ലോ. ഒരു പാമ്പിനെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. മുടിയൊക്കെ ഒന്ന് നരച്ചല്ലേ, താടിയും വെച്ച് കിളവനാ. എന്നിട്ട് കുട്ടിച്ചാത്തനാണ് കുട്ടിച്ചാത്തൻ. ഈ മീഡിയക്കാരും അവളെ പറ്റി എന്നായിരിക്കും സത്യം പറയാ? ആ, നീ എന്റെ കാര്യം ആലോചിച്ച് നോക്കും. അവരിപ്പോഴും കരുതിക്കൊണ്ടിരിക്കണത് ഞാൻ ആ നാട്ടിലെ കളവന്മാരുടെ പറയാ. നീ അല്ലേ? നീ അതുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പീപ്പന്റെ പ്രായം ഉണ്ടോ? എനിക്കത് ഇഷ്ടമെന്ന് എനിക്കറിയാം. ആണോ? ആണോ? ആ. എടാ, do you sometimes forget who you were before they made you who you are? നീ എന്തിനാ ഈ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണേ? നല്ല മോഡലിന്റെ കൂടെ പോയാൽ മതി. ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ? കുറെ നേരമായല്ലോ. നിലത്ത് കിടക്കുന്ന പൂക്കളും പൂക്കളല്ല, ആൾക്കാരത് ചവിട്ടും നശിപ്പിക്കും. അതുങ്ങൾക്കൊന്നും ഒരു ഫീലിങ്സ് ഇല്ല. എല്ലാവർക്കും മുകളിൽ കിടക്കുന്ന പൂക്കൾ താഴെ കിടക്കുന്ന പൂക്കൾ ആക്കുന്നു. നീയൊന്നും മിണ്ടാത്തെ? നീ എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. ആ പറ. എനിക്കറിയില്ല. ഞാൻ അവസാനം ഓർക്കണം ഞാൻ ഒരു ദൈവമായിരുന്നു. എങ്ങനെയാ ചെയ്താലും ഭൂതമൊക്കെ ആയിരുന്നു ദൈവം മാത്രമാണ്. ആ ശരിയാ, എന്റെ അടുത്ത് പ്രാർത്ഥിക്കാനും ആൾക്കാരുണ്ടോ? അങ്ങ് പഞ്ചകണക്കാശ്. അയ്യോ, എനിക്കൊരു കാര്യം പറയാം. വെരി ഫൺ. ഓക്കെ, സോ ഒരു 6 മണി 7 മണി സമയം ഞാൻ അമ്പലത്തിന്റെ ഏരിയുള്ള അവിടെ ആൽമരത്തിന്റെ സൈഡ് വെച്ചു. എടാ, മറ്റേ ജംഗ്ഷന്റെ അവിടെ അമ്പലമില്ലേ, നമ്മൾ പണ്ട് ആ മറ്റേ അവർ പഠിപ്പിച്ചോണ്ടിരുന്ന അമ്പലം. സോ അവിടെ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പം ഒരു അമ്മയും കൊച്ചു ഐ തിങ്ക് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളൂ, കുഞ്ഞു കൊച്ചു. ഞാൻ പറയണ മൊത്തം കേട്ടു. യു വാണ്ട് റൈറ്റ്. സോ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു, ഇവരിവിടെ നടക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ഡോളാണ് ഇങ്ങനെ പറഞ്ഞിട്ട്. സോ ആ കൊച്ചു പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പറയുക, അമ്മ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ. ഇത് ഫണ്ണി അല്ലെങ്കിൽ ഞാനിപ്പം ഈ ഏലസും അതും ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഈ മാക്സിമം അവരുടെ പുറകെ സെഡ്യൂസ് ചെയ്ത് നടക്കുമെന്ന് പറയുന്നത് ഫണ്ണിയാ? ഞാനിങ്ങനെ ചോരയൊക്കെ കുടിക്കുന്ന യക്ഷിയൊന്നും പറഞ്ഞു നടക്കും. കൊറേയൊക്കെ മാറി, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എന്റെ കേസില് ഈ സാരിയുടെ കളർ മാത്രം മതി. Do you think they're scared of us? പേടിക്കാനോ? നിന്നെയോ? I feel like laughing. I am scared of you. I'm not in a good way also.
I don't think they fear us. I think they fear the idea. But why? എന്നെ പോലെ ഒരു ബ്യൂട്ടിഫുൾ അവരിന്ന് അവരുടെ അധികാരത്തൊക്കെ ചലഞ്ച് ചെയ്യുന്നൊക്കെ അവര് പിന്നെ എന്നാ ചെയ്യും? പക്ഷേ അവർക്കെന്നെ ശരിക്കും പേടിയുണ്ടോ? someone like you or me, നമ്മൾ അവരുടെ ആ ഒരു പവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ പേടിയും. എനിക്ക് അതിന്റെ പവർ ഒന്നും വേണ്ട. എനിക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ like a free bird. ശരിയാ, യു ആർ എ ഫ്രീ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്കൊരു വ്ളോഗ് തുടങ്ങിയല്ലേ, യൂട്യൂബ് വ്ളോഗ് ഒക്കെ പോലെ, നമ്മുടെ ശരിക്കുള്ള കഥ ആൾക്കാരോട് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നുണ്ടോ ആൾക്കാർ നമ്മുടെയൊക്കെ വ്ളോഗ് കാണുമെന്ന്? തോന്നുന്നില്ല. വൈകുന്നേരമായി, ആരെയും പോയി പേടിപ്പിച്ചാലോ? I don't think we'll ever do that. മനുഷ്യന്മാരെ കൂടെ പറ്റൂല, മൃഗങ്ങളെ കൂടെ പറ്റൂല. അതുകൊണ്ടല്ലേ ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കി, മോൺസ്റ്റേഴ്സ്. അപ്പൊ ചാത്തനാരാ? ദൈവമാണോ, പിശാചാണോ, ഭൂതമാണോ? അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ ഹൂ ടെൽസ് ദ സ്റ്റോറി.